ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങളിന്ന് ഒരു ചെറിയൊരു യാത്ര പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ അതിൻ്റെ ഓരോ ഒരുക്കങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറയാറുണ്ടായിരുന്നു നമ്മുടെ യാത്രകളൊക്കെ എന്താ പറയുക പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്നതാണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തൊരു യാത്രയാണ്. കുറച്ച് നാളായിട്ടുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പം ഇപ്പോഴാണത് സാധ്യമായത്. അപ്പം ഞങ്ങൾ ഒരു 7-ാം തീയതി വെള്ളിയാഴ്ചയാണ് ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. ഒരു 3 മണി 3:30 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോയി. 5:30 ഞങ്ങളുടെ ട്രെയിന്. അപ്പോൾ നമ്മുടെ കൂടെ പ്രമിളേച്ചി മിനിയേച്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ചേച്ചിമാർ കഴിഞ്ഞ് നമ്മുടെ നാലമ്പല യാത്രയിലും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം. അങ്ങനെ ഒരു 3-3:30 ആയപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി റെഡിയായി പോയി. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇവിടെ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. 1650 കന്യാകുമാരി പരശുറാം എക്സ്പ്രസ് ഈസ് ഓൺ പ്ലാറ്റ്ഫോം നമ്പർ 4. അപ്പോൾ ഈ യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിലേക്കാണ് പോകുന്നത്. ഏട്ടൻ്റെ ഒരു ഫ്രണ്ടും ഫാമിലിയൊക്കെ അവിടെയാണ്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ പോകാനുള്ള വണ്ടി വന്നു. ഞങ്ങളതിൽ കയറി സെറ്റിലായി. എല്ലാം ലഗേജൊക്കെ അതാത് സ്ഥലത്ത് വെച്ച് റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ രാത്രിത്തെ ഭക്ഷണമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ കൊണ്ടുവന്നതാണ്. വീട്ടിൽ നിന്ന് ചോറും സാമ്പാറും പിന്നെ ഉപ്പേരിയൊക്കെ ചേച്ചി ഞങ്ങളെല്ലാവരും കൂടി ഒന്നിച്ച് ഭക്ഷണമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിത്തെ ഫുഡ് അങ്ങനെ കഴിഞ്ഞു. മക്കളൊക്കെ പിന്നെ നല്ല ഉഷാറ് കളിയിലായിരുന്നു കേട്ടോ. അവർ ഇറങ്ങലും കയറലും ഒക്കെ പാടെയായിട്ട് മുകളിലത്തെ ബെഡിൽ കയറുക, താഴേക്ക് ഇറങ്ങുക, അങ്ങനെ നല്ല കളിയായിരുന്നു. പിന്നെ പ്രമിളേച്ചിയൊക്കെ തൊട്ടപ്പുറത്തെ സീറ്റിലാണ് ഇരുന്നത്. ഞങ്ങൾ ഞങ്ങളിരിക്കുന്ന ഭാഗത്ത് തന്നെ അവർക്ക് സീറ്റ് കിട്ടിയില്ല. കുറച്ചപ്പുറത്താണ് ആയിപ്പോയത്. അന്നപ്പോൾ പിന്നെ കുറച്ചപ്പുറത്തേക്ക് പോകും ഇങ്ങനെയൊക്കെ പാടെ ഞങ്ങളങ്ങനെ അന്നത്തെ ദിവസം കഴിച്ചു കൂട്ടി രാത്രി കേട്ടോ. പിന്നെ പിറ്റേന്ന് രാവിലെയായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ആയപ്പോഴാണ് ഞങ്ങൾക്ക് കാര്യമായിട്ടുള്ള പണി കിട്ടിയത്. വേറെ ഒന്നുമല്ല, ചക്കരയ്ക്ക് മോന് നല്ല ഛർദിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവൻ രാവിലെ എഴുന്നേറ്റിരുന്നപ്പോൾ തന്നെ നന്നായിട്ട് ഇങ്ങനെ ഉറക്കമല്ല, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അവന്. രാത്രി മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കുറേ കളിച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും. പിന്നെ ഈ യാത്രയും കൂടി ആയപ്പോൾ നല്ല ക്ഷീണിച്ച് പോയിട്ടുണ്ടായിരുന്നു അവൻ. അപ്പോൾ ഛർദി 2-3 വട്ടം ഛർദിച്ച് ആകെപ്പാടെ കുറച്ച് ബുദ്ധിമുട്ടായി. ഞങ്ങൾ തന്നെ പേടിച്ച് എങ്ങോട്ടാണ് കൊണ്ടുപോകാമെന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചപ്പോൾ ഓക്കെ ആയി. രാത്രിയൊക്കെ ആയപ്പോഴത്തേനും നല്ല ആക്റ്റീവായിട്ടുണ്ടായിരുന്നു ആൾ. വിഷയമൊന്നും ഉണ്ടായില്ല. നമ്മളിപ്പോൾ അന്ന് എന്തായാലും എത്തില്ലല്ലോ, പിറ്റേന്നാവണ്ടേ എത്തണമെങ്കിൽ. അപ്പോൾ അതിൻ്റെ ഒരു ഇതും കൂടി ആയപ്പോൾ ആകൊരു ചെറിയൊരു ടെൻഷനായി. അന്ന് ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അങ്ങോട്ട് റെഡിയായി. അന്ന് രാത്രി പിന്നെ നല്ല കളിയിലായിരുന്നു കേട്ടോ. അവിടെ അടുത്തുള്ളൊരു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ കൂടെ അവർ നല്ല ഉഷാറ് കളിയിലായിരുന്നു. പിന്നെ അന്നത്തെ ഫുഡും ഈ പറയും പോലെ നമ്മൾ രാവിലെ ബ്രെഡും ജാമും ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ആപ്പിള്, ഓറഞ്ച്, പഴം, അങ്ങനത്തെ സാധനങ്ങൾ, ഒരുവിധ സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കഴിക്കാനായിട്ട്. പരമാവധി നമ്മൾ ട്രെയിനിൽ നിന്ന് വാങ്ങണ്ട എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ
ഇതൊക്കെയാണ് നമ്മുടെ ട്രെയിനിലെ ഫുഡിൻ്റെ അവസ്ഥ. അപ്പോൾ പിന്നെ നമുക്കത് കഴിക്കാനും തോന്നില്ല. പക്ഷേ ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരും വേറെ ഒരുപാടുണ്ട്. എന്തോ എന്തായാലും നമുക്കത് അങ്ങോട്ട് ശരിയാവില്ല. അങ്ങനെ രാത്രി ചപ്പാത്തിയും നല്ല തക്കാളി ചമ്മന്തി ആയിരുന്നു. തക്കാളി ചമ്മന്തി പ്രമിളേച്ചിയുടെ സ്പെഷ്യൽ ഐറ്റം കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടി ഞങ്ങൾ രാത്രി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു. മോള് പിന്നെ മുകളിൽ കയറി ഞാൻ തന്നെ കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞു അവൾ അവിടെ കയറ്റിയിരുത്തി സെറ്റിലാക്കി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫസ്റ്റ് വീഡിയോ, ഡൽഹിയിലെ യാത്രയിലെ ഫസ്റ്റ് വീഡിയോ. ഇനിയും ഒരുപാട് കാഴ്ചകൾ നമ്മുടെ ഡൽഹി യാത്രയിലുണ്ട്. അപ്പോൾ അതൊക്കെ ഇനി പുതിയൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ടാറ്റാ.